നാട്ടിലെവിടെയാ? ഞങ്ങള് പത്തനംതിട്ട കോന്നി താമസിക്കുന്ന ബാംഗ്ലൂർ. പത്തനംതിട്ടക്കാര് അല്ലേ? എല്ലാ സ്ഥലത്തിലുള്ള ആളുകളുണ്ട്. എല്ലാ ജില്ലകളിലുള്ള ആളുകൾ ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ വന്ന് ക്യാമ്പ് ചെയ്ത് കുട്ടികളെ വിദ്യാരംഭം കുറിച്ച് മടങ്ങുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളൊക്കെ കാണാം. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. ഓരോരുത്തര് അച്ഛന്റെ തോളിലൊക്കെ ഇറങ്ങി കയറി വരുന്ന മക്കളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ അടുത്ത്. ചേട്ടാ, അക്ഷരൊക്കെ എഴുതിയോ? ഹരിശ്രീ കുറിച്ചോ? ഹലോ, ഇത് എവിടാ കയറി ഇരിക്കുന്നേ? എഴുതി ക്ഷീണിച്ചോ? ചേട്ടന്റെ തോളിൽ കയറി ഇരിക്കുവാണോ? പേരെന്താ? അയ്യോ, നാണം, ഭയങ്കര നാണം. എഴുതിയോ? ABCD എഴുതിയോ? രാവിലെ വന്നോ? അതെ, നേരത്തെ വന്നു. ഒരു 5 മണിയാവുമ്പോൾ. എവിടെയാ സ്ഥലം? പാലക്കാട്. ഇവിടെ തന്നെ എഴുതിക്കണം എന്നായിരുന്നു അല്ലേ? അതെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ നടന്നു? നന്നായി നടന്നു. എല്ലാരും സന്തോഷത്തിലാണ്? ഹാപ്പി. തിരിച്ചിന്ന് പോവോ? ഇന്ന് പോവാണ്. അതാണ്. ശരി ശരി. അതാണ് പാലക്കാട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പേരെന്താ നിങ്ങളുടെ? എഴുതിയോ? ഇന്നാണോ എഴുതിയത്? അല്ല കുറെ മുന്നേ എഴുതിയോ? ആണോ? എവിടുന്നാ വരുന്നേ? വീടെവിടാ? ആടിയാ വീടൊന്ന്. ബാലുശ്ശേരിയാണോ വീട്? കോഴിക്കോട്ടുകാരിയാണോ? ആഹാ, മിടുക്കിയാണല്ലോ. അമ്മയെ തൊഴുതോ? ദേവിയെ തൊഴുതോ? ദേവിയെ ഇഷ്ടമാണോ? ആഹാ. അച്ഛന്റെ പേരെന്താ? ആണോ? അമ്മ വന്നിട്ടില്ലേ? ഇവിടെ ഉണ്ടല്ലേ? എന്തെങ്കിലും വാങ്ങിച്ചു തന്നോ? അച്ഛന് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു തന്നോ? കുറെ കടയുണ്ടല്ലോ, വാങ്ങിച്ചിട്ട് പോണം കേട്ടോ. അതൊക്കെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. 3:30 മണിക്ക് ആരംഭിച്ചു ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ. 12:30 വരെ തുടരും. സംസാരിക്കോ? കന്നഡ ಗೊತ್ತಿಲ್ಲ. It was very good. First time here? We are coming couple of times. Today we had a puja for our kids. Actually, it was very good. Okay. Yes. Okay. What's your name? Name? അതെ, മൂടൊക്കെ അല്ല. ഓക്കെ, താങ്ക് യു. ശ്രീജയിലേക്കും അശ്വതിയിലേക്കും തിരിച്ചു പോകാം. വീണ്ടും ഈ മൂകാംബിക ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇവിടെ തുടരും. വരും ബുള്ളറ്റിനുകൾ. അതാണ് ശ്രീജ പറഞ്ഞ ആ ഭാഗ്യം കഴിഞ്ഞ തവണ എനിക്കും ആയിരിക്കുമായിരുന്നു. ഇതുപോലെ അവിടെ എല്ലാ ഉത്സവത്തിന്റെ എല്ലാ ഭാഗ്യവും കിട്ടി. ഞങ്ങൾ രണ്ടുപേരും അവിടെ. അപ്പൊ രഞ്ജിത്തും ഭാവിയും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മളുള്ളത് പൂജപ്പുരയിലാണ്. അതെ, പൂജപ്പുരയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നമ്മള് കേരളത്തില് പല ഭാഗത്തും, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല ഭാഗത്തും വളരെ വിപുലമായി നവരാത്രി ആഘോഷിക്കാറുണ്ടെങ്കിലും തിരുവനന്തപുരത്തിന് അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. വേണാട് രാജ്യത്തിന്റെയും തിരുവിതാംകൂർ രാജ്യത്തിന്റെയും ഒക്കെ ഒരു പ്രതാപവുമായി വരെ അതിന് ബന്ധമുണ്ട്. ഈ പൂജപ്പുര എന്ന് പറയുന്നത് പോലും ഒരുപക്ഷെ ഇത്രയും നവരാത്രിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സ്ഥലപ്പേരുണ്ടാവില്ല. പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിലാണ് ഏറ്റവും വിപുലമായ വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന. മറ്റു പല കേന്ദ്രങ്ങളും ഉണ്ട്. ഇപ്പോ ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം, അതുപോലെ തോന്നക്കൽ ആശാൻ സ്മാരകം, ഇതോടൊപ്പം മറ്റ് ക്ഷേത്രങ്ങൾ, ആറ്റുകാൽ ക്ഷേത്രം, അങ്ങനെ പല സരസ്വതി ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അറപ്പുര സരസ്വതി ക്ഷേത്രം തുടങ്ങിയ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഈ പൂജപ്പുരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ഈ നവരാത്രി കാലത്ത് തിരുവിതാംകൂറിന്റെ ഒരു പഴയ പ്രതാപത്തിന്റെ ബാക്കിയായി വലിയ വിപുലമായ ചില ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിലൊരു ഇപ്പം നമ്മള് പ്രാദേശികവാദത്തിന്റെ ഒക്കെ വലിയ കാലമാണ്. ആ കാലത്ത് 2 സംസ്ഥാനങ്ങൾ, അന്ന് 2 സംസ്ഥാനങ്ങളല്ല, ഒരു നാടായിരുന്നു, ഒരു രാജ്യമായിരുന്നു. കന്യാകുമാരി ജില്ലയിൽ നിന്ന് 3 ദേവന്മാർ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരും. അതും സർക്കാരിന്റെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുന്നത് സർക്കാർ അകമ്പടി പോലീസാണ്. അവർക്ക് 3 പേർക്കും ഗംഭീര സ്വീകരണമാണ്. പത്മനാഭപുരം കൊട്ടാരത്തിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് സരസ്വതി അമ്മൻ വരും. ശുചീന്ദ്രത്ത് നിന്ന് 300 നങ്ക വരും. ഒപ്പം വേലായുധ സ്വാമി വരും തക്കലയിൽ നിന്ന്. അങ്ങനെ 3 പേരാണ് വരിക. ആ 3 പേരെ നവരാത്രിയുടെ തുടക്കത്തിൽ അവർ അതിർത്തി കടന്ന് കരമനയാറും ഒക്കെ കടന്ന് അവരിങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് 3 ഭാഗത്തേക്കാണ് അവർ പോകുന്നത്. ഒരാൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു മണ്ഡപത്തിലേക്കാണ് അതിലെ സരസ്വതി അമ്മൻ പോകുന്നത്. 300 നങ്ക പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ചെന്തിട്ട ക്ഷേത്രത്തിലേക്കാണ്. 3ാമത്തെ ആൾ വേലായുധ സ്വാമി പോകുന്നത് ആര്യശാലയിലേക്കാണ്. ഇവർ ഈ നവരാത്രി കാലത്ത് സംഗീതം, നൃത്തം, അങ്ങനെ ഒരു കലാവിരുന്നുകളാണ്. 3 പേരുടെ പേര്
പറഞ്ഞപ്പോ എടുത്തു പറയേണ്ട ഒരു തിരുവനന്തപുരത്തുകാരിയാണ് നിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഞങ്ങൾ അവരെ പറയുന്നത് കുണ്ടണി മങ്കയും കുമാരസ്വാമിയും എന്നാണ്. അങ്ങനെ പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അപ്പൊ അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, കുണ്ടണി മങ്കയും കുമാരസ്വാമിയും. ഇത് ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ ഓണാഘോഷത്തിന് ലൈറ്റ് കാണാൻ പോയില്ലെങ്കിൽ നമുക്കൊരു വിമ്മിഷ്ടം ഉണ്ടാവില്ലേ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല ഇടാൻ പോയില്ലെങ്കിൽ നമുക്കൊരു വിമ്മിഷ്ടം ഉണ്ടാവില്ല. അതുപോലെ ഈ പൂജവെപ്പ് സമയത്ത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പൂജപ്പുരയിൽ വന്നില്ലെങ്കിൽ നമുക്കൊരു വിമ്മിഷ്ടം ഉണ്ടാകും. ആ വിമ്മിഷ്ടം തിരുവനന്തപുരത്തുകാർക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ അവകാശപ്പെടും. കാരണം പൂജപ്പുരയ്ക്ക് ശ്രീജ പറഞ്ഞതുപോലെ ചരിത്ര പ്രാധാന്യം ഏറെയാണ്. ഈ പറഞ്ഞ 3 പേരുടെ പോക്കും വലിയ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ആ പോക്കുമായിട്ടാണ് പൂജപ്പുരയ്ക്ക് ഏറ്റവും പൂജപ്പുര അശ്വതി പൂജപ്പുരക്കാരി തന്നെയാണ് തൊട്ടപ്പുറത്താണ്. ഈ പൂജപ്പുരയ്ക്ക് പൂജപ്പുര എന്ന ഇത്ര ഭംഗിയുള്ള പേര് വന്നത് തിരുവിതാംകൂർ രാജാവിന്റെ പൂജ വെക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ ആയുധ പൂജ നടത്തിയിരുന്നത് ഇവിടെയാണ്. അങ്ങനെ പൂജ വെക്കുന്ന പുരയാണ് പിന്നീട് പൂജപ്പുരയായി മാറിയത്. ആ പൂജപ്പുരയിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ ഏറ്റവും സന്തോഷത്തോടെ എല്ലാറ്റിന്റെയും തുടക്കം കുറിക്കാൻ എത്തുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. ഇവിടെ വലിയ രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രമുഖരും ആചാര്യന്മാരൊക്കെ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂരൊക്കെ ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ തലവന്മാരായിരിക്കുന്ന അങ്ങനെയുള്ള പ്രമുഖരൊക്കെ വന്ന് കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ഇവിടെ സംഗീത വിദ്യാരംഭത്തിനും കൂടിയുള്ള ഒരു അവസരമുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഒരു കുസൃതിയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. കലാപരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. വൈകുന്നേരം കലാപരിപാടിയുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് കാവടിയാണ്. കാവടി കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരും. ഭക്തി നിർഭരമായ കാവടി ഇവിടെയുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയാം, നമ്മുടെ പാനലിൽ ഇരിക്കുന്ന അരുൺ പൂജപ്പുരക്കാരനാണ്. അപ്പൊ കാവടിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അവിടെ നിന്നൊരു പരാതി ഉണ്ടാവും. അതുകൊണ്ടുള്ളതുകൊണ്ട് അതും കൂടി ഞാൻ പറയുകയാണ്. അപ്പൊ ഒരുപാട് തിരുവനന്തപുരത്തുകാർ പൂജപ്പുരയിലേക്ക് ഒഴുകിയെത്തുന്നു. ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സംഗീത വിദ്യാരംഭം കൂടി ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം പുസ്തകം പൂജ വെക്കുന്നത് നമ്മുടെ വീടുകളിൽ പൂജ വെക്കുമല്ലോ, അതുപോലെ തന്നെ കുട്ടികൾ പുസ്തക പൂജ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പൂജ വെക്കാറുണ്ട്. സരസ്വതി മണ്ഡപത്തിൽ പൂജ വെക്കാറുണ്ട്. അത് ഇന്നാണ് എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വലിയ പൂജ അവധി കിട്ടി. 2-3 ദിവസം പുസ്തകം പൂജ വെപ്പായിരുന്നു. അല്ലെങ്കിൽ പൂജ വെപ്പ് നടത്തുന്നവരായിരിക്കും. എന്നാലും ഇന്ന് ഔദ്യോഗികമായ പൂജ വെപ്പ് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് ഈ പൂജ വെപ്പ്. നമ്മളൊക്കെ കാത്തിരിക്കും, ഒന്ന് പോയി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പൂജ ഒരിക്കലും ഒരു ദിവസത്തെ കൂടുതൽ പൂജ വെച്ചിട്ടില്ല. 3 ദിവസമൊക്കെയാണ് പൂജ വെപ്പ്. എന്തായാലും അങ്ങനെ ആ അവധിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വീണ്ടും അറിവിന്റെ ലോകത്തേക്ക് മടങ്ങി എത്തുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഇത് ആദ്യമായി കടന്നു വരുന്ന ഈ ഏറ്റവും ഭംഗിയുള്ള ദിവസമാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളുടെ ഒപ്പം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക, നമ്മളിപ്പോ മൂകാംബിക കണ്ടു. ഇനി കേരളത്തിന്റെ സ്വന്തം മൂകാംബിക ക്ഷേത്രം പനച്ചിക്കാട്. പോകാൻ പറ്റാത്തവർ പോകുന്ന പനച്ചിക്കാടാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള പനച്ചിക്കാട് എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായതുകൊണ്ട് ഇടവേള എടുത്ത ശേഷം നവമിയുടെ വിശേഷങ്ങൾ കാണാം, പനച്ചിക്കാട്ടെ വിശേഷങ്ങൾ കാണാം.